മുടി കേവലം ഒരു ശരീരഭാഗം എന്നുള്ളതിനപ്പുറം നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെയും പിന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയുടെയും ഒക്കെ ഒരു ഭാഗമാണ്. അതുപോലെ കറുത്ത നീളമുള്ള മുടി ആരോഗ്യത്തിൻ്റെയും യുവത്വത്തിൻ്റെയും പിന്നെ സൗന്ദര്യത്തിൻ്റെയൊക്കെ ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് മുടി കൊഴിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അത് മുടിയുടെ സൗന്ദര്യത്തിനപ്പുറമുള്ള മാനസിക മൂല്യത്തിനെയാണ് കാണിക്കുന്നത്. നമ്മൾ ഡെർമറ്റോളജി OPയിൽ സാധാരണയായി കണ്ടുവരുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരെണ്ണം മുടികൊഴിച്ചിൽ തന്നെയാണ്. പക്ഷേ നമ്മൾ മുടികൊഴിച്ചിലിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പായി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട മറ്റ് ചില ചോദ്യങ്ങളുണ്ട്. അതായത് എന്താണ് മുടി, എങ്ങനെയാണത് വളരുന്നത്, എന്തുകൊണ്ട് അതിൻ്റെ വളർച്ച നിന്ന് അത് കൊഴിഞ്ഞു പോകുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ മുടിയിഴയും ഒരു ചെറിയ പോക്കറ്റിൽ നിന്നാണ്, അതായത് ഫോളിക്കിൾ എന്ന് പറയുന്ന ചർമ്മത്തിലെ ഒരു ചെറിയ പോക്കറ്റിൽ നിന്നാണ് വളർന്നു വരുന്നത്. ആ ഫോളിക്കിളിനുള്ളിൽ സ്റ്റെം സെല്ലുകളാണ് ഈ മുടിക്ക് ജന്മം നൽകുന്നത്. നമ്മുടെ ശരീരത്തിലെ കാണാൻ പറ്റുന്ന മുടിയുടെ ഭാഗം അതിനെ ഹെയർ ഷാഫ്റ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചർമ്മത്തിനുള്ളിലെ ഭാഗത്തിനെ ഹെയർ റൂട്ട് എന്നാണ് വിളിക്കുന്നത്. ഈ ഹെയർ റൂട്ടിനടിയിൽ ഒരു കൊച്ചു ബൾബിനുള്ളിലാണ് സ്റ്റെം സെല്ലുകളും ഇതുപോലെ മുടിക്ക് നിറം നൽകുന്ന മെലനോസൈറ്റ് എന്ന് പറയുന്ന കോശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഈ സ്റ്റെം സെല്ലുകൾക്കും മെലനോസൈറ്റുകൾക്കും എല്ലാം പോഷകവും ഓക്സിജനും ഒക്കെ എത്തുന്ന അത് കുഞ്ഞായിട്ടുള്ള രക്തധമനികളിലൂടെയാണ്, അത് കാപ്പിലറീസ്. അപ്പം അങ്ങോട്ടുള്ള രക്തയോട്ടം ശരിയായിട്ട് നടന്നില്ല എങ്കിൽ ഈ സ്റ്റെം സെല്ലുകൾക്ക് ഡിവൈഡ് ചെയ്ത് പുതിയ മുടിയുടെ കോശങ്ങൾ നൽകി പിന്നെ ഈ കോശങ്ങളിൽ നിന്നും കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അടുക്കി വെച്ച് സ്റ്റാക്ക് ചെയ്താണ് നമ്മൾ പുറത്ത് കാണുന്ന മുടിയുടെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാവാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 50 തൊട്ട് 100 മുടി വരെയൊക്കെ ദിവസവും കൊഴിഞ്ഞു പോകുന്നത്, അതായത് നമ്മൾ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ മുടി ചീവുമ്പോഴോ ഒക്കെ കൊഴിയുന്നത് തികച്ചും സാധാരണമാണ്. അത് നമ്മുടെ മുടിയുടെ കാലചക്രം ഉണ്ടല്ലോ, ഒരു ഹെയർ സൈക്കിൾ എന്ന് പറയും. അത് സ്വാഭാവികമായ ഒരു ഹെയർ സൈക്കിളിൻ്റെ ഭാഗമായിട്ടാണ് ആ മുടി കൊഴിഞ്ഞു പോകുന്നത്. ഒരു ശരാശരി മനുഷ്യൻ്റെ തലയിൽ ഏകദേശം 100,000-ഓളം മുടി നാടികൾ കാണും. അതിൽ തന്നെ ഒരു 85-90% മുടിയുടെ വളർച്ചാഘട്ടമുണ്ട്, ആനജൻ എന്ന് പറയുന്ന വളർച്ചാഘട്ടത്തിലായിരിക്കും. ഈ വളർച്ചാഘട്ടത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ശരീരത്തിലെ ഓരോ ഭാഗത്തിലെ മുടിക്കും വ്യത്യസ്തമാണ്. അത് ഉദാഹരണത്തിന് നമ്മുടെ തലയിലെ മുടിയൊക്കെ ആണെങ്കിൽ ഒരു 2 തൊട്ട് 8 വർഷം വരെയാണ് അതിൻ്റെ വളർച്ചാഘട്ടം. പക്ഷേ നമ്മുടെ പുരികത്തിലെ മുടി അതിന് കേവലം മാസങ്ങൾ മാത്രമേ ആനജൻ ഫേസ് ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തലയിലെ മുടിയൊക്കെ വെട്ടാതെ നിർത്തുകയാണെങ്കിൽ അതൊരു 2 തൊട്ട് 8 വർഷം വരെ കണ്ടിന്യൂസ്ലി അത് വളരുന്നു. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് കണങ്കാല് വരെ മുടിയുള്ളത്, പക്ഷെ ചിലർക്ക് തോളറ്റത്തിന് താഴോട്ട് മുടിക്ക് നീളം വയ്ക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പുരികം ആർക്കും നീളമുള്ള പുരികമുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല. കാരണം പുരികത്തിൻ്റെ വളർച്ചാഘട്ടം അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആ മുടി കൊഴിഞ്ഞു പോയി അതിന് പകരമായി പുതിയ മുടികൾ വരുവാണ് ചെയ്യുന്നത്. ഇനി തലയിൽ ബാക്കി ഒരു 10-15% മുടി ഈ കൊഴിഞ്ഞു പോകുന്നതിന് തൊട്ട് മുമ്പുള്ള വിശ്രമഘട്ടമായ ടീലജൻ ഫേസിലായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 1% മുടി ഇതിൻ്റെ ഇടയിലുള്ള ട്രാൻസിഷണലായിട്ടുള്ള കാറ്റജൻ ഫേസിലും കാണും. അപ്പോൾ സാധാരണഗതിയിൽ മുടി ടീലജൻ ഫേസിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് വിശ്രമഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 മാസം കൊണ്ട് അത് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കി സ്റ്റെം സെല്ലുകൾ ഉണ്ടെങ്കിൽ, അതിനാവശ്യമായ രക്തയോട്ടവും പോഷകവും ഓക്സിജനും ഉണ്ടെങ്കിൽ, അതിനുവേണ്ട ഹോർമോണൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ മുടി വീണ്ടും ആ കാലചക്രത്തിലോട്ട് ചെല്ലുന്നത്, വീണ്ടും അത് വളർച്ചാഘട്ടത്തിലോട്ട് എത്തുന്നു. അപ്പോൾ ഈ ഹെയർ സൈക്കിളിന് എന്തെങ്കിലും ഒരു വ്യതിയാനം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് മുടി കൊഴിച്ചിലുണ്ടാകുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുടി കൊഴിഞ്ഞു പോകുന്നതല്ല പ്രശ്നം, അതിന് പകരമായി അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പുതിയ മുടി വളർന്നു വരാത്തപ്പോഴാണ് നമ്മൾ അതിനെ ഹെയർ ലോസ് എന്ന് വിളിക്കുന്നത്. ഈ ഹെയർ ലോസിനെ നമുക്ക് നോർമലി ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ, തരംതിരിക്കണമെങ്കിൽ 2 രീതിയിൽ തരംതിരിക്കാം. ഒന്ന് സ്കാറിങ് അലോപേഷ്യ എന്നും പിന്നെ നോൺ സ്കാറിങ് അലോപേഷ്യ. അലോപേഷ്യ എന്ന് പറയുന്നത് അബ്നോർമൽ ആയിട്ടുള്ള ഒരു മുടി കൊഴിച്ചിൽ എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുപോലെ നോൺ സ്കാറിങ് അലോപേഷ്യയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മുടിയുടെ ഫോളിക്കിളുകൾ, അതായത് കൊച്ചു കൊച്ചു പോക്കറ്റുകൾ, അവ നിലകൊള്ളുന്നുണ്ട് ഇപ്പോഴും. അതിനർത്ഥം നമ്മൾ ഇത് പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ ഫോളിക്കിളിലൂടെ പുതിയ മുടി തിരിച്ച് വളർന്നു വരാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്കാറിങ് അലോപേഷ്യയിൽ ഈ ഫോളിക്കിളുകൾ പൂർണ്ണമായും നശിച്ച് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ തിരിച്ച് മുടി വളർന്നു വരാനുള്ള സാധ്യത ഇല്ല. ഇനി മറ്റൊരു തരത്തിൽ നമുക്ക് തരംതിരിക്കണമെങ്കിൽ എത്രത്തോളമാണ് മുടി കൊഴിച്ചിൽ എന്നുള്ളതിനെ അപേക്ഷിച്ച്, ചില ആൾക്കാർക്ക് വളരെ ഡിഫ്യൂസായി തലയുടെ എല്ലാ ഭാഗത്തു നിന്നും ഒരുമിച്ച് മൊത്തമായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നു. മറ്റു ചിലരിൽ വളരെ ലോക്കലൈസ്ഡായി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം മുടി കൊഴിഞ്ഞു പോകുന്നു. വേറെ ചിലർ പാച്ചിയായിട്ട് അവിടുന്നും ഇവിടുന്നും ഒക്കെ മുടി കൊഴിയുന്നു. ഇനിയും നമ്മൾ സാധാരണ കണ്ടുവരുന്ന വേറൊരു പാറ്റേൺ പാറ്റേൺഡ് അലോപേഷ്യ, അതായത് കഷണ്ടി എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ മുടി കൊഴിച്ചിൽ. അപ്പോൾ അവിടെ ആകുമ്പോഴത്തേക്കും പുരുഷന്മാരിൽ സാധാരണ ഇതിൽ നെറ്റിയുടെ 2 വശത്തായിട്ട് കയറി വരികയും, അല്ലെങ്കിൽ സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ തലയുടെ മുകൾ ഭാഗത്തിലൊരു കനക്കുറവായിട്ടാണ് കാണപ്പെടുന്നത്. ഇതൊക്കെയാണ്
പലതരത്തിൽ നമുക്ക് മുടി കൊഴിച്ചിലിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി എന്തൊക്കെയാവും മുടി കൊഴിച്ചിലിന് സാധാരണമായിട്ടുള്ള കാരണങ്ങൾ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മുടിക്കൊരു ബയോളജി ഉണ്ടെന്ന്. അതേപോലെ തന്നെ മുടിക്കൊരു സൈക്കോളജിയും ഉണ്ട്. ഈവൻ ചെറിയ ലെവലിലുള്ള സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് പോലും അത് ദീർഘകാലം അവർ അനുഭവിച്ച് കഴിയുമ്പോൾ അത് മുടി കൊഴിച്ചിലോട്ട് നയിക്കാം. പക്ഷേ അതിൻ്റെ റിവേഴ്സും സത്യമാണ്. അതായത് മുടി കൊഴിച്ചിൽ ഉള്ളപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഭയങ്കരമായ ഒരു ആങ്സൈറ്റി സാധാരണ ആൾക്കാരിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് പോഷകാഹാരക്കുറവ്. ഇവിടെ ആഹാരം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ചില ഘടകങ്ങൾ, ചില മിനറലുകൾ, സിങ്ക്, അയൺ പോലെയുള്ള മിനറലുകൾ, പിന്നെ വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, ബയോട്ടിൻ പോലെയുള്ള വൈറ്റമിൻസ്, പ്രോട്ടീനുകൾ, ഇവയൊക്കെ മുടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കഷ്ടപ്പെട്ട് ഡയറ്റൊക്കെ എടുത്ത് വെയിറ്റൊക്കെ കുറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ മുടിയുടെ കനവും കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അതിന് കാരണം ആ വളർച്ചാഘട്ടത്തിൽ മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകം അതിൻ്റെ സ്റ്റെം സെല്ലിന് ലഭിക്കാത്തപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്ത് പുതിയ മുടി തരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ്. അതേപോലെ തന്നെ മറ്റൊരു കോമൺ ആയിട്ടുള്ള കാരണം ആൻഡ്രോജൻ ഡിപ്പെൻഡൻറ്റ് അലോപേഷ്യയാണ്. അപ്പം ഇവിടെ ഇത് സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് പാറ്റേൺ ആയിട്ടുള്ള കഷണ്ടി പോലെയുള്ള അലോപേഷ്യയും, പിന്നെ ഒരു 50 വയസ്സിന് മുകളിൽ പുരുഷന്മാരിലും സ്ത്രീകളിലും കണ്ടുവരുന്ന ഒരു തരം മുടി കൊഴിച്ചിലാണ്. അപ്പോൾ ഇവിടെ ആൻഡ്രോജൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പുരുഷ ഹോർമോണുകളായ ടെസ്റ്റോസ്റ്ററോൺ അല്ലെങ്കിൽ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ, അത് ഇനി മുതൽ നമുക്കതിനെ DHT എന്ന് വിളിക്കാം. ഇങ്ങനെയുള്ള ഹോർമോണുകൾ വീണ്ടും മുടിയുടെ വളർച്ചാഘട്ടത്തിൽ അതിനാവശ്യമായ ചില ഘടകങ്ങൾ, ഉദാഹരണത്തിന് IGF, ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്ന ഒരു IGF-1 എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അപ്പം അതിനെ തടസ്സപ്പെടുത്തി മുടിക്ക് വളരാൻ സാധിക്കുക, വളർച്ചാഘട്ടത്തിനെ ചുരുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ചുരുക്കുക എന്ന് പറഞ്ഞാൽ മുടിക്കൊന്ന് വളർന്ന ആ ചർമ്മത്തിന് മുകളിലോട്ട് കയറാനുള്ള ഒരു അത്രയും പോലും അതിനെ വളരാൻ അനുവദിക്കുന്നില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വരേണ്ട ഒരു സംശയം, പുരുഷ ഹോർമോണുകളാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്, അപ്പോൾ സ്ത്രീകൾ ആൻഡ്രോജൻ ഡിപ്പെൻഡൻറ്റ് അലോപേഷ്യ ഉണ്ടാവാമോ? പിന്നെ അതുപോലെ തന്നെ യങ് ആയിട്ടുള്ള മെയിൽസിനല്ലേ കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ ഒക്കെ ഉള്ളത്, പിന്നെ എന്തുകൊണ്ടാണ് വാർദ്ധക്യത്തിൽ കൂടുതൽ കഷണ്ടി വരുന്നത്? അപ്പം ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം സ്ത്രീകളിലും ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട് എന്നുള്ളതാണ്. പുരുഷന്മാരിലുള്ള അളവിൻ്റെ അത്രയും ഇല്ലെങ്കിൽ പോലും സ്ത്രീകളിലും ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്. രണ്ടാമത്തത്, നമ്മുടെ ശരീരത്തിനുള്ളിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണിനെ 5-ആൽഫ റിഡക്റ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം നേരത്തെ പറഞ്ഞ DHT ആയി മാറ്റുന്നുണ്ട്. ഈ 5-ആൽഫ റിഡക്റ്റേസിൻ്റെ അളവ് നമ്മൾ പ്രായമേറും തോറും അത് കൂടിക്കൂടി വരും. അതായത് പ്രായമേറും തോറും കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ DHT ആയി മാറ്റപ്പെടുന്നു. DHTക്ക് ആൻഡ്രോജൻ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത് ടെസ്റ്റോസ്റ്ററോൺ ബൈൻഡ് ചെയ്യുന്നതിനേക്കാൾ 5 മടങ്ങ് കൂടുതൽ ശക്തിയോടെയാണ്. അതായത് കൂടുതൽ ശക്തിയോടെ മുടിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് പ്രായമേറി വരുമ്പോൾ ആൾക്കാർക്ക് കഷണ്ടിയൊക്കെ കൂടിക്കൂടി വരുന്നത്. അതേപോലെ തന്നെ ആ കഷണ്ടിയുടെ പാറ്റേണിന് പോലും ഈ റിസപ്റ്റേഴ്സുമായിട്ട് ബന്ധമുണ്ട്. ചില ആൾക്കാർക്ക് നെറ്റിയുടെ 2 വശത്താണ് ആ റിസപ്റ്റേഴ്സ് കൂടുതലായിട്ട് നിൽക്കുക, മറ്റു ചിലർക്ക് അത് തലയുടെ മുകൾ ഭാഗത്തായിരിക്കും കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പം അതൊക്കെ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ ഒരു മെൻ്റൽ സ്ട്രെസ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ സ്ട്രെസ്സും മുടി കൊഴിച്ചിലുണ്ടാക്കാം. അപ്പം അതിന് വിളിക്കുന്നത് ടീലോജൻ എഫ്ലൂവിയം എന്നാണ്. ഇവിടെ ഫിസിക്കൽ സ്ട്രെസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭയങ്കരമായ കോവിഡ് പോലെ ഒരു അസുഖം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖമാണ് നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായ ഒരു ഇമോഷണൽ സ്ട്രെസ് അനുഭവിക്കേണ്ടി വന്നു, പ്രസവം, പിന്നെ ക്രാഷ് ഡയറ്റിംഗ്, ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രെസ്സാണ്. അപ്പം ഇങ്ങനെയൊരു സ്ട്രെസ് പീരീഡിലൂടെ നമ്മുടെ ബോഡി കടന്നു പോകുമ്പോഴത്തേക്കും അത് വളർച്ചാഘട്ടത്തിൽ നിന്നും ഒരുപാട് മുടികളെ മാറ്റി വിശ്രമഘട്ടത്തിലോട്ടാക്കുന്നു. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ 2-3 മാസം കഴിയുമ്പോൾ ആ മുടി എല്ലാം കൂടെ കൊഴിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രെസ്സർ കണ്ടുപിടിച്ച് അതിനെ പരിഹരിച്ചാൽ കൂടി മുടി തിരിച്ച് നോർമലായി വളർന്നു വരാനായി ഒരു 4 മാസം മുതൽ ഏകദേശം 1 വർഷം വരെ ചിലപ്പോൾ എടുക്കാം. ഇനി ടീലജൻ എഫ്ലൂവിയത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ആനജൻ എഫ്ലൂവിയത്തിനെ പറ്റിയും സംസാരിക്കണം. അതായത് വളർച്ചാഘട്ടത്തിലിരിക്കുന്ന മുടിയാണ് ഇവിടെ കൊഴിഞ്ഞു പോകുന്നത്. ഇത് പക്ഷേ അത്ര കോമൺ ആയിട്ടുള്ള കണ്ടീഷനല്ല. സാധാരണഗതിയിൽ ഇത് ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹെവി മെറ്റൽ പോയ്സണിങ് ഒക്കെ വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിൻസുമായിട്ടൊക്കെ കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാലോ വളരെ അപൂർവമായി മറ്റ് മരുന്നുകൾ എടുക്കുന്നവർക്കും വരാം. പക്ഷേ ഇവിടെ ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ പെട്ടെന്ന് ഒരുപാട് മുടി കൊഴിഞ്ഞു പോവുകയാണ് ഉണ്ടാകുന്നത്, അതും വളരുന്ന മുടി. അപ്പോൾ ഇവിടുത്തെ ആകെപ്പാടെ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതാണ് ഇതിന് ഉത്തരവാദി എന്ന് കണ്ടുപിടിച്ച് അതിനെ മാറ്റിക്കഴിഞ്ഞാൽ മുടി ഉടനെ ഒരു 1 തൊട്ട് 3 മാസത്തിനുള്ളിൽ തന്നെ അത് തിരിച്ച് വളർന്നു വരും, പൂർണ്ണമായും വളർന്നു വരും. കീമോ പോലെയുള്ള സാധനങ്ങൾ, അതായത് മരുന്നുകൾ നമ്മൾ എടുക്കുമ്പോൾ
ഈ മുടിയുടെ കീമോ ടാർഗറ്റ് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളെയല്ലേ. അപ്പോൾ സ്റ്റെം സെല്ലുകൾ എന്ന് പറയുന്നത് മുടിയുടെ ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളാണ്. ക്യാൻസറിനും അത് തന്നെയാണല്ലോ. അപ്പം അങ്ങനെയുള്ള മരുന്നുകൾ, അതായത് ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളെ ടാർഗറ്റ് ചെയ്യുന്ന മരുന്നുകൾ നമ്മൾ എടുക്കുമ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന മുടിയാണ് അത് നശിപ്പിക്കുന്നത്. അതാണ് ടീലോജനിൽ നിന്നുള്ള വ്യത്യാസം. പിന്നെ അതല്ലാതെ ചില അണുബാധകൾ, ഉദാഹരണത്തിന് ഫംഗൽ അണുബാധ, അത് നമ്മുടെ തലമുടിയിലോ അല്ലെങ്കിൽ തലയുടെ ചർമ്മത്തിലോ ഒക്കെ വരുമ്പോൾ അവിടെ മുടി കൊഴിയാൻ സാധ്യതയുണ്ട്. അതല്ലാതെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട ചില അസുഖങ്ങൾ, ഉദാഹരണത്തിന് വാദവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചും വാദവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ മുടി കൊഴിച്ചിലുണ്ടാകാം, ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഡിസീസസിനകത്ത്. അതല്ലാതെ ഇപ്പോൾ നമ്മുടെ മുടി കെട്ടുന്ന രീതി, സ്റ്റൈലിംഗ് ടെക്നിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ടൈറ്റായി നമ്മൾ മുടി കെട്ടുന്നു, അല്ലെങ്കിൽ എന്നും ഒരേപോലെ നമ്മൾ മുടി കെട്ടുമ്പോൾ നമ്മുടെ ഫോളിക്കിൾസിനൊക്കെ ഒരു സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ട്രാക്ഷൻ അലോപേഷ്യ എന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ ബാക്കിലോട്ട് മുടി വലിച്ചു കെട്ടുന്നവർക്കാണെങ്കിൽ ആ ഏരിയയിൽ മാത്രമായിട്ട് ചെറിയൊരു മുടി കൊഴിച്ചിൽ കാണാൻ പറ്റും. പിന്നെ അതല്ലാതെ നമുക്ക് ഈ സ്റ്റൈലിംഗ് ടെക്നീക്സ്, അതായത് ഹീറ്റ് വെച്ച് സ്റ്റൈൽ ചെയ്യുന്ന സ്ട്രെയിറ്റ്നേഴ്സ്, കേളേഴ്സ്, അതൊക്കെ നിരന്തരമായി പ്രയോഗിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് ഡാമേജ് വരും. അതേപോലെ തന്നെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്, സ്ട്രെയിറ്റനിങ്, പേമിങ്, ബോട്ടോക്സ്, ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം മുടിക്ക് ഒരു കെമിക്കൽ ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ കളറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എസ്പെഷ്യലി നമ്മൾ കുറച്ച് ലൈറ്ററായിട്ടുള്ള ഹൈലൈറ്റ്സ് ഒക്കെ ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. അപ്പം ലൈറ്ററായിട്ട് നമ്മൾ ഒരു ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഹെയർ ഉള്ള പോപ്പുലേഷനാണ്. അപ്പം നമ്മുടെ മുടിയിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള കളറ് അടിക്കണമെങ്കിൽ ആദ്യം നമ്മളതിനെ വളരെ സിവിയറായി ബ്ലീച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കളർ പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും ഡാമേജും കൂടെ മുടിക്ക് ശരിക്കും വരുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ചോയ്സസും നമ്മൾ കണക്കിലെടുക്കണം. വ്യായാമക്കുറവ്, ഉറക്കക്കുറവ്, പിന്നെ പുകവലി, മദ്യപാനം, ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ വളർച്ചാഘട്ടമായ മുടിയുടെ വളർച്ചാഘട്ടത്തിൽ ആക്ട് ചെയ്യുന്ന IGF പോലെയുള്ള ചില ഘടകങ്ങളെ തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ മുടിക്ക് നേരെ വളരാൻ പറ്റുന്നില്ല. പിന്നെയുള്ളത് എയർ പൊല്യൂഷനാണ്. അതായത് എയർ പൊല്യൂഷൻ നമ്മുടെ മുടിയുടെ വേരിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നില്ല എങ്കിൽ കൂടി നമ്മുടെ സ്കാൽപ്പിനെ, നമ്മുടെ തലയോട്ടിയുടെ ചർമ്മത്തിനെ അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി മുടി കൊഴിച്ചിലുള്ള ആളുകൾക്ക് അത് കൂടാനായിട്ട് അത് ഇടം കൊടുക്കുന്നു. അതായത് അന്തരീക്ഷത്തിൽ പുക, മലിനവായു, പിന്നെ പെർട്ടിക്കുലേറ്റ് മാറ്റർ, എസ്പെഷ്യലി 2.5 മൈക്രോണിന് താഴെയുള്ള പെർട്ടിക്കുലേറ്റ് മാറ്റർ, പിന്നെ പൊടി, ഇതെല്ലാം നമ്മുടെ സ്കാൽപ്പിലുള്ള സെബവും ഓയിലും വേർപ്പും ഒക്കെ ആയിട്ട് മെഴുകി അവിടെ തന്നെ ഇരുന്ന് സ്കാൽപ്പിൻ്റെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പം വീണ്ടും മുടി കൊഴിച്ചിൽ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം മുടി കൊഴിച്ചിലിൻ്റെ ചുരുക്കം ചില കാര്യങ്ങളാണ്. അതല്ലാതെ ഇതിലും ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വിദഗ്ധ ചികിത്സ തേടുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ അതിന് ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടർ കുറച്ച് രക്തപരിശോധനകളൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു സ്കാൽപ്പ് ബയോപ്സി പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനം നിങ്ങൾക്ക് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ അത് മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല എന്ന് ഉറപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ ചികിത്സയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് നമ്മൾ ആ ചികിത്സാ ഫലത്തിനെ വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി വേണം സമീപിക്കാനായിട്ട്. പിന്നെ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഏകദേശം 4 മാസം തൊട്ട് 1 വർഷം വരെ എടുക്കാം നിങ്ങൾക്ക് ആ ചികിത്സയ്ക്കുള്ള റിസൾട്ട് കണ്ട് വരാനായിട്ട്. പിന്നെ മിക്കവാറും ഉള്ള ചികിത്സാ രീതികളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെം സെല്ലിലോട്ടുള്ള സർക്കുലേഷൻ കൂട്ടുന്ന മരുന്നുകളോ അല്ലെങ്കിൽ സ്റ്റെം സെല്ലിനെ ഡിവൈഡ് ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മരുന്നുകളോ, അല്ലെങ്കിൽ ചിലപ്പം ഈ കഷണ്ടി പോലെയുള്ളത് ട്രീറ്റ് ചെയ്യാനായിട്ട് ആൻഡ്രോജൻസിനെ ബ്ലോക്ക് ചെയ്യുന്ന ഘടകങ്ങളോ ഒക്കെ ആവും. പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടർ തരുന്ന ചില മരുന്നുകൾക്ക്, ഉദാഹരണത്തിന് മിനോക്സിഡിൽ എന്ന് പറയുന്ന മരുന്ന് നിങ്ങൾ പ്രയോഗിച്ച് തുടങ്ങുമ്പോൾ ഇനീഷ്യലി കുറച്ച് മുടി കൊഴിഞ്ഞു പോകുന്നത് കാണാം. പക്ഷെ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ആ മരുന്ന് പ്രവർത്തിക്കുന്ന രീതി അങ്ങനെയാണ്. അത് നിങ്ങളുടെ വിശ്രമഘട്ടത്തിലുള്ള മുടിയെല്ലാം വീണ്ടും വളർച്ചാഘട്ടത്തിലോട്ട് എത്തിക്കാനായിട്ട് ആ മരുന്ന് പരിശ്രമിക്കുമ്പോഴാണ് ആ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പം ചില അവസ്ഥകളിൽ ഗുളിക കഴിക്കേണ്ടതായിട്ട് വരാം, എസ്പെഷ്യലി ഈ ആൻഡ്രോജൻ ഡിപ്പെൻഡൻ്റ് അലോപേഷ്യയ്ക്കൊക്കെ. പക്ഷെ അങ്ങനെയുള്ള ഗുളികകൾ നമ്മളൊരു ഫോളോ അപ്പ് ഒന്നും ഇല്ലാതെ സ്വന്തം ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അത് വളരെ അപകടകരമാണ്. അതേപോലെ പ്രൊസീജിയേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ PRP ഉണ്ട്, മൈക്രോ നീഡ്ലിംഗ് ഉണ്ട്, ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ഉണ്ട്, അല്ലാതെ ഇവൻച്വലി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ സാധാരണഗതിയിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് റെസ്പോണ്ട് ചെയ്യാത്തതാണ് നമ്മൾ ഒരു പ്രൊസീജിയറും കൂടെ ഇട്ട് ഓഗ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും അതിന് നല്ല മെയിൻ്റനൻസും ആവശ്യമാണ്. അപ്പോൾ ബേസിക്കലി മുടി കൊഴിച്ചിലിന് ചികിത്സയുണ്ട്, പക്ഷെ അത് ശരിയായ വ്യക്തിക്ക് ശരിയായ സമയത്ത്
ശരിയായ ചികിത്സ എടുത്താൽ മാത്രമേ കാര്യമുള്ളൂ. ഈ മുടി കൊഴിച്ചിൽ സഡനായിട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ എസ്പെഷ്യലി സ്ത്രീകളിൽ മുടി കൊഴിച്ചിലിൻ്റെ കൂടെ തന്നെ ഹിർസ്യൂട്ടിസം, അതായത് ബാക്കി ഭാഗങ്ങളിൽ മുടി വളർന്നു വരുന്നത്, താടി മീശയുടെ അവിടെയൊക്കെ മുടി വളർന്നു വരുന്നു, പീരിയഡ്സ് ഇറഗുലർ പീരിയഡ്സ് ഇറഗുലർ ആണ്, അതേപോലെ PCOD. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഹോർമോണൽ വ്യതിയാനങ്ങളെ പറ്റിയാണ്. അതായത് ഹോർമോണൽ വ്യതിയാനങ്ങൾ ഡെഫിനറ്റ്ലി ഇതിൻ്റെ വളർച്ചാഘട്ടത്തിനെ ബാധിക്കും മുടിയുടെ. ബിക്കോസ് ആ ഹോർമോൺ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുടിക്ക് വളർന്നു വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തൈറോയിഡ് ഇഷ്യൂസ് വന്നാൽ മുടി കൊഴിച്ചിലുണ്ടാവാം, PCOD വന്നു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലുണ്ടാവാം. അപ്പം PCODയുടെ ഭാഗമായിട്ടാണ് സ്ത്രീകളിലൊക്കെ വരുന്നത്. അല്ലാതെ ഈവൻ ഡയബറ്റീസ് ഉള്ളവരിൽ പോലും നമ്മൾ ആക്ച്വലി എക്സസൈസ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ വേണമെന്ന് പറഞ്ഞല്ലോ മുടിയുടെ വളർച്ചയ്ക്ക്. അപ്പം നമുക്ക് ഭയങ്കര ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ആ IGF-നെ മുടിയെ വളരാനായിട്ട് സഹായിക്കാനായിട്ട് തടസ്സം വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈവൻ ഡയബറ്റിക്സിനകത്ത് പോലും മുടി കൊഴിച്ചിലുണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നു ന്യൂജനെ ബാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം സ്ട്രെസ്സാണെന്നാണ്. ബിക്കോസ് നേരത്തെ പറഞ്ഞിട്ട് ചെറിയ അളവിൽ ഉള്ള സ്ട്രെസ്സ് പോലും ഹെയർ ലോസ് ഉണ്ടാക്കും. പക്ഷേ ഈവൻ കുട്ടികൾക്ക് പോലും സ്കൂളിൽ നല്ല അക്കാഡമിക് സ്ട്രെസ് ഉണ്ടല്ലേ. അപ്പം ഡെഫിനറ്റ്ലി അത് ആ ഒരു രീതിയിൽ ബാധിക്കാം. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം അത് ഒരു രീതിയിൽ ബാധിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം കൂടുതൽ ആൾക്കാർ മുടി അഴിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം ഈ നേരത്തെ പറഞ്ഞ പൊല്യൂഷൻ, അതൊക്കെ നമ്മൾ മുടി ലൂസായിട്ട് ഇടുമ്പോൾ മുടിയുടെ സ്ട്രാൻഡ്സിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പം എപ്പോഴും ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്നത് ലൂസായിട്ട് മുടിയെ കെട്ടിയിടാനാണ്. വെറ്റ് ഹെയർ കെട്ടാൻ പറ്റത്തില്ല, ടൈറ്റായിട്ട് കെട്ടാൻ പറ്റത്തില്ല, റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിക്കൂടാ, ഒരു ക്ലോത്ത് സ്ക്രഞ്ചി വല്ലതും യൂസ് ചെയ്തിട്ട് വേണം കെയർ ചെയ്യാനായിട്ട്. ഇനി എണ്ണ തേക്കുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുക, അതായത് എണ്ണ തേക്കുന്നതിൻ്റെ പ്രിൻസിപ്പിളും ഇത് തന്നെയാണ്. നമ്മൾ ചൂടെണ്ണയൊക്കെ നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് തടവുമ്പം ആ മൈക്രോ സർക്കുലേഷൻ കൂടുവാണ് സ്കാൽപ്പിലെ. അപ്പം ഒരു ചെറിയ ഭയങ്കര റോബസ്റ്റ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഒന്നും അത് കാരണം സംഭവിക്കത്തില്ലെങ്കിലും ചെറിയ രീതിയിൽ അത് ആക്ച്വലി ഹെയർ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ലൈറ്റായിട്ടുള്ള ഓയിലുകൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ. ഈവൻ നമ്മൾ ആ ഹെയർ ലോസിന് കൊടുക്കുന്ന മിനോക്സിഡിലും ഇതിൻ്റെ ഒരു 10 മടങ്ങ് ആക്ഷൻ അതിനുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ പ്രവർത്തനം അങ്ങനെ തന്നെയാണ്. അത് മൈക്രോ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് മുടി തിരിച്ച് ആ വളർച്ചാഘട്ടം കുറച്ചും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. മുടി കോംബ് ചെയ്യുന്നതിന് ആക്ച്വലി ഒരു പ്രത്യേക ഗുണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് ഇപ്പം നമ്മൾ ബേസിക്കലി ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം ഹെയർ റൂട്ടിനെ പറ്റിയാണ്. നമ്മുടെ ഹെയർ ഷാഫ്റ്റ് ബേസിക്കലി ഡെഡ് ആയിട്ടുള്ളൊരു സാധനമാണ്, അതിന് ജീവനില്ല. പക്ഷേ നമ്മുടെ തലയോട്ടിയുടെ അതായത് തലയിലെ ചർമ്മത്തിന് സെബം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം ഏറ്റവും നല്ല കണ്ടീഷണർ, നമ്മൾ പലതരം കണ്ടീഷണേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കോക്കനട്ട് ഓയിൽ ഒരു നല്ല കണ്ടീഷണറാണ്. പക്ഷേ ഏറ്റവും നല്ല കണ്ടീഷണർ എന്ന് പറയുന്നത് നമ്മുടെ സെബമാണ്. അപ്പം കണ്ടീഷണർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുടിക്ക് പല പല ലെയറുകളുണ്ട്. അതിനകത്ത് ഏറ്റവും മുകളിലത്തെ ലെയറാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. അതിങ്ങനെ ഓട് പോലെ അടുക്കി വെച്ചേക്കുന്ന ഒരു ലെയറാണ്. നമ്മൾ ഷാമ്പൂ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ മുടിയുടെ അകത്ത് കുറച്ച് അത്രയും ബലമില്ലാത്ത ലെയറുകൾ എക്സ്പോസ്ഡ് ആവുകയാണ് നമ്മുടെ പരിസരത്തോട്. അപ്പോൾ അതിന് പെട്ടെന്ന് ഡാമേജ് വന്നത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് വേണ്ടത് ക്യൂട്ടിക്കളെല്ലാം ഇങ്ങനെ അടഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കോതുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ 100 ബ്രഷ് സ്ട്രോക്സ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ തന്നെയുണ്ട്. ഇംഗ്ലണ്ടിലൊക്കെ അവരിങ്ങനെ കിടക്കുന്നതിന് മുമ്പേ 100 തവണ മുടി കോതിയിട്ടാണ് കിടക്കുന്നത്. അപ്പം അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കോതി അത് തലയുടെ സ്കാൽപ്പിൽ താഴോട്ട് ഇങ്ങനെ കോതി ഇറക്കുമ്പോൾ ആ സെബം ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആവുകയാണ് ആ ഹോൾ ഷാഫ്റ്റിലോട്ട്. അപ്പം ക്യൂട്ടിക്കിൾസ് എല്ലാം വീണ്ടും അടയുന്നു. വീണ്ടും നമ്മൾ 2-3 തവണ കോതി കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ രാവിലെ കാണാൻ പറ്റും, ഹെയർ കുറച്ചും കൂടി ഗ്ലോസി ആയിട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ബേസിക്കലി നമ്മൾ പോഷക ഗുണമുള്ള ആഹാരം കഴിക്കണം. ആൻഡ് നമ്മളത് ഇപ്പോൾ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതലും എക്സസൈസ് ബേസ്ഡ് ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. കാരണം സഡനായിട്ട് നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അതൊരു സ്ട്രെസ്സാവും. അപ്പം വീണ്ടും നമ്മുടെ മുടി കൊഴിയാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ആ ആനജൻ ഫേസിലിരിക്കുന്ന മുടിയെല്ലാം അത് ടീലജനിലോട്ട് കൺവേർട്ടഡ് ആവും. അപ്പോൾ അത് വിശ്രമഘട്ടത്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഒന്ന് പൊഴിഞ്ഞു പോകും. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചൂസ് ചെയ്യുന്ന പേഷ്യൻസിന് ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് നല്ല സ്റ്റേബിളായിട്ട് നിൽക്കുന്ന, അതിനും റിസ്ക്കുകൾ, ഇതൊരു സർജിക്കൽ പ്രൊസീജിയറാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിന് റിസ്ക്കുകളുണ്ട്. അതിന് പലതരം പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണ്. അപ്പം ഇതൊരു മേജർ സർജറി. പിന്നെ അതുപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ശരി ഇനി എൻ്റെ മുടി കൊഴിയത്തില്ല, അങ്ങനെയല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിരന്തരമായി ചിലപ്പോൾ ഗുളിക കഴിക്കേണ്ടി വരാം, PRP സെഷൻസ് എടുക്കേണ്ടി വരാം. അപ്പം അതിനെല്ലാം ബില്ലിംഗ് ആണെങ്കിൽ മാത്രമേ നമ്മൾ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ മുടിയും കൊഴിഞ്ഞു പോകും. ബിക്കോസ് ഇത് ഡെഫിനറ്റ്ലി നമ്മൾ ഈ പറഞ്ഞ കണക്ക് മുടി കൊഴിച്ചിലിൻ്റെ കാരണം കണ്ടുപിടിച്ചാലല്ലേ
നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ഓൺഗോയിങ് ഇൻസൾട്ട് ഉള്ള ഒരു കണ്ടീഷൻ കാരണമാണ് നിങ്ങൾക്ക് മുടി കൊഴിഞ്ഞു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിയും കൊഴിഞ്ഞു പോകും. പിന്നെയുള്ളത് സോഷ്യൽ മീഡിയ റെമഡീസ് ആണ്. അപ്പം അത് കൂടുതലും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റെമഡികളാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിക്കവാറും ഉള്ള സോഷ്യൽ മീഡിയ റെമഡീസിനൊന്നും സയൻറ്റിഫിക് ആയിട്ടുള്ള ബാക്കപ്പ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ യൂഷ്വലി ഹെയർ ഫോളിന് കൊടുക്കുന്ന മരുന്നുകളെല്ലാം പല ആയിരങ്ങളിൽ പരീക്ഷിച്ച് അതിൻ്റെ പലതരത്തിലുള്ള ലെവൽ ഓഫ് എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്ത് അങ്ങനെയുള്ള മരുന്നുകൾ മാത്രമാണ് ജനറൽ പബ്ലിക്കിന് അവൈലബിൾ പോലും ആയിട്ടുള്ളത്. അപ്പം നമ്മൾ സയൻറ്റിഫിക് ബാക്കപ്പ് ഇല്ലാത്ത സാധനങ്ങൾ വെറുതെ പരീക്ഷിച്ച് പ്രശ്നം വഷളാക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനേക്കാളും നമ്മൾ തുടക്കത്തിൽ ഈ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ നേരത്തെ ചികിത്സ എടുത്താൽ കുറച്ചും കൂടെ മികച്ച ചികിത്സാ ഫലമായിരിക്കും കിട്ടുന്നത്. അപ്പം നമുക്ക് എസ്പെഷ്യലി നിങ്ങളൊരു ഹെയർ ഫോൾ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഹെയർ ഫോൾ കാണും. അല്ലെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞ കണക്ക് 1,00,000 മുടിയാണ് നമ്മുടെ തലയിലുള്ളത്. അപ്പം നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി തോന്നുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വിദഗ്ധ ചികിത്സ തേടുക ആണ് വേണ്ടത്.